Hey everybody, welcome to Talking Cars. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കൺവേർട്ടിബിൾ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, വേറൊരു സ്ഥലം, വേറൊരു സിറ്റി, വേറൊരു കൺവേർട്ടിബിൾ, അതെ, വേറൊരു ഈവനിങ് ജേഡിക്ക് തന്നെയാണ് വേണം ഇതിനൊക്കെ. നമ്മളിപ്പോൾ ആക്ച്വലി ബോംബെയിലാണ്. നമ്മളിപ്പോൾ ബാൻഡ്രെ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ കാർ ഇസ് Porsche 911 പണ്ടത്തെ കാലത്ത് വേർഷൻ 1 ന്യൂ ബീറ്റിൽ ഒരെണ്ണം പോകുന്നു. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി ഇസ് എ 1975 സൂപ്പർ ബീറ്റിൽ കൺവേർട്ടബിൾ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഹസൻ്റെ വണ്ടിയാണ്. ഇത് കുറേ ഹിസ്റ്ററി ഒക്കെ ഉള്ളൊരു കാറാണ്. നമ്മൾ ഇന്നാണെങ്കിൽ ആക്ച്വലി ഇന്ന് ആക്ച്വലി വെറുതെ ഒരു വീക്കെൻഡ്, ഒരു കാഷ്വൽ ഈവനിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഓക്കെ കുറച്ച് വിൻഡ് ഇൻ ദ ഹെയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സോ ബീറ്റിൽ where do we start അല്ലേ? നമ്മൾ ആക്ച്വലി ബീറ്റിലിനെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്. 3 ബീറ്റിൽ ഹിമാലയത്തിൽ പോയ കഥ തൊട്ട് നമ്മൾ കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് വീഡിയോ. അതെ, സോ ഹിമാലയത്തിൽ പോയ എപ്പിസോഡിലാണെങ്കിലും ഇവരുടെ കൂടെ തന്നെ ഹസനും പോയിട്ടുണ്ടായിരുന്നു ഹിമാലയത്തിലോട്ട്. ഇവരുടെ ബേബിന്റെ ബസ്സിലാണ് പോയിട്ട്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിയും കൊണ്ട് പുള്ളി ഗോവയിലോട്ടും വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ കുറെ ചില്ലി തൊട്ടുണ്ട് ഇതായിട്ട്. സോ അങ്ങനെ നമ്മൾ കാഷ്വലി ഒരു ഈവനിങ്ങിന് ഇറങ്ങിയതാണ്. ഈ വണ്ടി നമ്മൾ ബീറ്റിലിന്റെ ഹിസ്റ്ററി ഇതിനു മുമ്പേ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ബട്ട് സ്റ്റിൽ ജർമ്മനിയുടെ വാർ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇറ്റ് വാസ് ഡിസൈൻഡ് ഓർ ഇറ്റ് വാസ് കോൾഡ് ഫോർ ബൈ ഹിറ്റ്ലർ, ഡിസൈൻ ബൈ ഫെർഡിനൻഡ് പോർഷെ. അതുകൊണ്ട് തന്നെയാണ് പോർഷയുടെ ഫേവറേറ്റ് ലേ ഔട്ടായ ബോക്സർ എഞ്ചിനും റിയർ വീൽ ഡ്രൈവ് എയർ കൂൾഡ് ആണ് വന്നത്. നമ്മൾ ഇന്ന് ഓടിക്കുന്ന സൂപ്പർ ബീറ്റിൽ അത് ആക്ച്വലി സാധാരണ ബീറ്റിൽ നിന്നും ഒരു അഡ്വാൻസ്. Okay, we can't tell you what it is. കൊള്ളാല്ലേ. 1 hour later. സോ നമ്മൾ ഇന്നിരിക്കുന്നത് ഇസ് എ 1975 സൂപ്പർ ബീറ്റിൽ. സൂപ്പർ ബീറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ Volkswagen ടൈപ്പ് 1 ബീറ്റിലിന്റെ ഒരു എവല്യൂഷൻ ആണ്. അത് കുറെ കാലം കഴിഞ്ഞിട്ട് കുറെ കാലത്തെ എവല്യൂഷൻ. നമ്മുടെ ബീറ്റിലിന്റെ ഒരു പരസ്യമുണ്ട്, 1940s ഒരു ബീറ്റിൽ കാണിക്കണതും 2003 ഉള്ളൊരു ബീറ്റിൽ കാണിക്കണതും. ബേസിക്കലി വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കലി നമുക്ക് 2-3 ചേഞ്ചുകളാണ് ബീറ്റിൽ മേജർ ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അതിലത്തെ വൺ ഓഫ് ദ വെരി മേജർ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് സൂപ്പർ ബീറ്റിൽ. സോ സൂപ്പർ ബീറ്റിൽ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് സൂപ്പർ കാർ പോലെ എന്തോ ആണെന്നാണ്, പക്ഷേ ജെഡി പറഞ്ഞു. അതെ, സോ ബീറ്റിലിന്റെ തന്നെ ഒരു സുപ്പീരിയർ വേർഷൻ ആണിത്. കാര്യം സാധാരണ ബീറ്റില് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഇതൊരു പ്രോപ്പർ ഇക്കോണമി കാർ ആയിരുന്നു. 40s വാറൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരും 40s ആക്ച്വലി വാർ സമയത്താണ് ഇതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഒരു എന്താ പറയാ പീപ്പിൾസ് കാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഇറങ്ങി തുടങ്ങിയത്, വിച്ച് ഇസ് Volkswagen. ഇപ്പൊ വലിയ പീപ്പിൾസ് കാർ ഒന്നും അല്ല അല്ലേ, റിച്ച് പീപ്പിൾ കാൻ ബൈ ഇറ്റ്, അതുകൊണ്ട് പീപ്പിൾസ് കാർ അല്ല. അങ്ങനെ ഒരു പീപ്പിൾസ് കാർ പ്രോജക്റ്റ് ആയിട്ടാണ് ഈ വണ്ടി വന്നത്. ആൻഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലറാണ് ഈ വണ്ടി കോൾ ഫോർ ചെയ്തത്. ആൻഡ് ഹീ ബേസിക്കലി കോൾഡ് അപ്പോൺ ഡോക്ടർ ഫെർഡിനൻഡ് പോർഷെ. പുള്ളി പേര് പോലെ തന്നെ പോർഷയുടെ മെയിൻ ആളാണ്. അപ്പോൾ പുള്ളിയാണ് ഈ സാധനം പിന്നെ ഡിസൈൻ ചെയ്തതും പുള്ളിയുടെ ഒരു കോൺസെപ്റ്റിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ലേ ഔട്ടായ റിയർ എഞ്ചിൻ, റിയർ വീൽ ഡ്രൈവ്, ഫ്ലാറ്റ് 4, ഫ്ലാറ്റ് 6 പോർഷെ വന്നു കഴിഞ്ഞപ്പോൾ ആ ബോക്സർ എഞ്ചിനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ചെയ്തത്. ആൻഡ് ആ ഒരു ഫോർമുല ഇപ്പോഴും Porsche 911 സ്റ്റിൽ ഫോളോയിങ്. എമിഷൻസ് കാരണവും പല പല റീസൺസ് കൊണ്ടും അവർക്ക് വാട്ടർ കൂൾഡ് ആക്കേണ്ടി വന്നു. പക്ഷെ ആ ഫ്ലാറ്റ് 6 റിയർ എഞ്ചിൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ എസെൻഷ്യലി ഇതാണ് മറ്റേ പോർഷയുടെ ഫോർഫാദർ, ഇതാണ് ഫസ്റ്റ് വന്ന വണ്ടി എന്ന് പറയാം. ആൻഡ് ഈ വണ്ടി കൺവേർട്ടിബിളിൽ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത്, ഇതിന്റെ ഫോൾഡിംഗ് മെക്കാനിസം വണ്ടിയുടെ പുറത്തേക്കാണ്. സോ അവര് ബീറ്റിലിന്റെ ഒരു പണ്ടത്തെ ഒരു ആഡ് ഉണ്ടായിരുന്നു. സോ അതിൽ അവർ പറയുന്നുണ്ട് ഈ റൂഫ് ഞങ്ങൾ വി കെപ്റ്റ് ഇറ്റ് ഔട്ട്സൈഡ് ദ കാർ, സോ വി ഡിഡ്ന്റ് ഹാവ് ടു ടേക്ക് 2 people outside the car. ആക്ച്വലി ബാക്കിൽ ഇരിക്കുന്നവർക്കുള്ള സീറ്റ് അവിടെ തന്നെ വെച്ചു. അത് ഉള്ളിൽ വെച്ചിരുന്നെങ്കിൽ അത് പറ്റൂലായിരുന്നു. വണ്ടിയുടെ വീൽ ബേസ് കൂട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എ ലിറ്റിൽ ബഗ് എനിമോർ. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സൊല്യൂഷൻ, അത് ബാക്കിലോട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം നമുക്ക് കുഴപ്പമില്ല. ആക്ച്വലി അത് കൂളാണ്. നമ്മൾ പണ്ടത്തെ ഹോഴ്സ് ഡ്രിവൺ കാരേജിനൊക്കെ ഉള്ള പോലെ തന്നെ ഒരു കൺവേർട്ടിബിൾ മെക്കാനിസം. ഇതിനൊരു കവറും കൂടെ ഉണ്ട്. കവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇരുന്നോളും, നീറ്റായിട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ആദ്യം ബീറ്റിൽ തുടങ്ങുന്നത് സ്പ്ലിറ്റ് വിൻഡോ ബീറ്റിലാണ്. അത് കഴിഞ്ഞ് ഓവൽ വിൻഡോ വന്നു. അത് കഴിഞ്ഞ് വിൻഡോ സൈസ് വലുതായിക്കൊണ്ട് ബാക്കിലത്തെ വിൻഡോന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ബാക്കിലത്തെ വിൻഡോയിലാണ് നമുക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ബാക്കിലത്തെ വിൻഡോ വലുതായി ദ ബിഗർ ഇറ്റ് ഇസ് ദ ലേറ്റർ മോഡൽ ദ കാർ ഇറ്റ് ഇസ് എന്നാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നത്. എന്നാൽ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡും വലുതാണ്. കറക്റ്റ്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആക്ച്വലി കർവ്ഡ് ആണ്. അതെ, ഒരു ഏത് പോയിന്റ് തൊട്ടാണ്
കേർഡ് ഗ്ലാസ് വരാൻ തുടങ്ങി? സോ ഏർലി 70s തൊട്ടാണ്. സോ 70s-ലാണ് 68-ലാണ് ബീറ്റിലിന്റെ ആ ഓവൽ ലൈറ്റ് ഒക്കെ മാറി റൗണ്ട് ലൈറ്റ് വരുന്നത്. ഇപ്പൊ എന്റെ ഉള്ള 69 ബീറ്റിൽ. അതാണ് ആ ഒരു മോഡേണിഷ് ലുക്കിംഗ് ബീറ്റിലിന്റെ തുടക്കം അവിടെയാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മേജർ റിഫ്രഷ് എന്ന് പറയുന്നത് ഈ വണ്ടിയാണ്, സൂപ്പർ ബീറ്റിൽ. സോ സൂപ്പർ ബീറ്റിൽ അഗൈൻ നേരത്തെ വിചാരിച്ച പോലെ സൂപ്പർ കാർ ആക്കാൻ നോക്കിയതല്ല അവര്. ഞാൻ വിചാരിച്ചു ബിഗർ എഞ്ചിൻ വണ്ടികളെയാണ് സൂപ്പർ ബീറ്റിലിനെ വിളിക്കുക. അല്ല, ബേസിക്കലി അമേരിക്കൻ നോംസും സേഫ്റ്റി നോംസ് വന്നു, ക്രാഷ് സേഫ്റ്റി നോംസ് വന്നു. അപ്പൊ 70s ഒക്കെ ആയപ്പോഴേക്കും ബാക്കി വണ്ടികളൊക്കെ മോഡേൺ ആയി. ഇപ്പൊ നമ്മൾ ആ ഒരു ആമ പോലത്തെ ബാക്കി കാറുകളൊക്കെ പോയി വേൾഡിൽ നിന്ന് എല്ലാം കുറച്ചുകൂടെ ബോക്സി കാർസ് വന്നു. ഇവര് മാത്രം യെസ്, ഇവർക്കൊന്നും വേറെ വണ്ടിയില്ല, ഇത് തന്നെയുള്ളൂ. ബീറ്റിലും ഇതിന്റെ കുറെ അഡാപ്റ്റഡ് പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികളും മാത്രമേ ഒന്നും ഉള്ളൂ. അന്ന് വേരിയന്റ് ടൈപ്പ് 3 ഉണ്ട്, ബസ് ഉണ്ട്. അപ്പൊ ബസ്സിനും 60s കഴിഞ്ഞപ്പോഴേ 67 വാസ് ദ ലാസ്റ്റ് ഇയർ ഫോർ ദ സ്പ്ലിറ്റ് വിൻഡോ ബസ്. ഇപ്പൊ എന്റെ 67 സ്പ്ലിറ്റ് വിൻഡോ. 68 ആയപ്പോഴേക്കും വലിയ ഗ്ലാസ് ഒക്കെ വന്ന് ബേ വിൻഡോ ബസ് വന്നു, വിച്ച് വാസ് എ കോംപ്രിഹെൻസീവ് റിഫ്രഷ്. അത് ഫ്രണ്ട് വിൻഡോനെ പറ്റിയാണ് പറയുന്നത്. അത് ഫ്രണ്ട് വിൻഡോനെ പറ്റി. പക്ഷെ ഇതിന്റെ ഫ്രണ്ട് വിൻഡോനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. സോ സൂപ്പർ ബീറ്റിൽ ഒരു ഏർലി 70s വന്ന ഒരു മോഡലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് എൻഡിൽ സാധാരണ ബീറ്റിൽ നമ്മൾ ആമക്കാർ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ ആമത്വം കുറച്ച് പോയതിന്റെ അതെ, കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലാറ്റർ ഫ്രണ്ട് എൻഡ് വന്നു. സോ അത് ബേസിക്കലി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ബീറ്റിലിന് വന്നിരുന്ന സ്റ്റെപ്നിയിൽ സ്പേ വീൽ വന്നിരുന്ന ഒരു ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് അത് വന്നിരുന്നത്. ഒരു ആംഗിളിലായിരുന്നു. ആൻഡ് അതിന്റെ അകത്തു നിന്നാണ് വൈപ്പർ വാഷർ ഒക്കെ വന്നിരുന്നത്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. കുറെ വൈപ്പർ വാഷർ ഉപയോഗിച്ചാൽ കാറ്റ് പോകും. അത് കഴിഞ്ഞ് US 70s ആയപ്പോഴേക്കും റൂൾസ് കുറെ മാറി. അവർ പറഞ്ഞു അങ്ങനത്തെ ഫ്രണ്ടിൽ അങ്ങനെ ഇത് വെക്കാൻ പറ്റില്ല, സ്പെയർ വീൽ വെക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഫ്ലാറ്റ്. അതേപോലെ സസ്പെൻഷനും റൈഡ് ഹൈറ്റ് വ്യത്യാസം വരേണ്ടി വന്നു. കാര്യം ഇത്രയും ഹൈറ്റ് ഓഫ് ദ ഗ്രൗണ്ട് വേണം ഹെഡ്ലൈറ്റ്. അങ്ങനെ കുറെ സാധനങ്ങൾ വന്നു. അപ്പോഴാണ് വിചാരിച്ചു ഓക്കെ നമുക്കൊരു കോംപ്രിഹെൻസീവ് റിഫ്രഷിന് ടൈമായി. ആൻഡ് ആ സമയത്തും വണ്ടിക്ക് ഫ്രണ്ട് എൻഡ് ഒക്കെ നോക്കിയാലും സസ്പെൻഷനൊക്കെ പഴയ ടൈപ്പാണ് വരുന്നത്, ടോർഷൻ ബീം സസ്പെൻഷനാണ് വരുന്നത്. അതേപോലെ ഡ്രം ബ്രേക്സ് ആയിരുന്നു, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് അവര് ഈ സൂപ്പർ ബീറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവര് ഫ്രണ്ട് എൻഡ് മുഴുവൻ മാറ്റിയപ്പോ ഈ സ്പെയർ വീൽ വെക്കാൻ സ്ഥലം കിട്ടി. അതിന്റെ കൂട്ടത്തിൽ തന്നെ സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി, അതുകൊണ്ട് ഇത് ഓടിക്കുമ്പോൾ ഒരു ഭയങ്കര മോഡേൺ ഫീൽ ആണ്. ഡിസ്ക് ബ്രേക്സ് വന്നു, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ മാറി. എഞ്ചിൻ 1600cc ആയിരുന്നു. ബട്ട് ആ സമയം ആയപ്പോഴേക്കും നോർമൽ ബീറ്റിലും 1600cc ഓപ്ഷനിലായിട്ട് കിട്ടാൻ പറ്റുമായിരുന്നു. സോ സൂപ്പർ എന്ന് പറഞ്ഞപ്പോഴേ കുറെ സാധനങ്ങൾ മാറുന്നു. സൂപ്പറിൽ തന്നെ 2 ഉണ്ട്. ഫ്ലാറ്റ് വിൻസ്ക്രീൻ ആദ്യം വന്നത്. വർഷം കുറച്ചുകൂടി പുതുതായി കഴിഞ്ഞപ്പോഴേക്കും ഫ്ലാറ്റ് വിൻസ്ക്രീൻ പറ്റില്ല, ലാമിനേറ്റഡ് മറ്റേ ഗ്ലാസ് വേണം, കർവ് ഗ്ലാസ് വേണം എന്ന് അഗൈൻ ലോ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി വന്നു. ദിസ് ഈസ് ദ കർവ്ഡ് വിൻസ്ക്രീൻ സൂപ്പർ ബീറ്റിൽ. വെരി റെയർ കാർ. വെരി റെയർ കാർ, തീരെ കാണാറില്ല. കാര്യം അപ്പോഴേക്കും ഇങ്ങോട്ടുള്ള വരവുകളും കുറഞ്ഞു, ആൾക്കാർ വേറെ വണ്ടികൾ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ ഈ വണ്ടി. അതിലത്തെ തന്നെ അൾട്ടിമേറ്റ് റയർ സാധനമാണ് കൺവേർട്ടിബിൾ അല്ലേ? അതാണ് നമ്മളിവിടെ ഓടിച്ചടക്കുന്നത്. ഈ വണ്ടിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, അതുകൂടി പറയാം. അതെ. സോ ഈ വണ്ടി ഒറിജിനലി വന്നത് കേരളത്തിലോട്ടാണ്, എറണാകുളത്താണ് പോർട്ടിൽ ഇറക്കിയത്. ഇതിന്റെ ഫസ്റ്റ് ഓണർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് എറണാകുളത്ത് ഇറക്കി. ഇതിന് കേരള നമ്പർ ഉണ്ടായിരുന്നു. കേരള നമ്പറിൽ വന്നിട്ട് ഇത് പുള്ളി ഡൽഹിയിലായിരുന്നു സെറ്റിൽഡ് ആയിരുന്നത്. അങ്ങനെ ഡൽഹി പോയി. അത് കഴിഞ്ഞിട്ട് ഇത് ബോംബെയിലോട്ട് വന്നു. പുള്ളിയുടെ കയ്യിൽ തന്നെ, ഫസ്റ്റ് ഓണറിന്റെ കയ്യിൽ തന്നെ പുള്ളി ഇങ്ങോട്ട് വന്നു. വന്നപ്പോഴാണ് ഈ നമ്പറിൽ വണ്ടി രജിസ്ട്രേഷൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. അങ്ങനെ അത് കൊണ്ടുവന്നു. ഇത് ഇവിടെ വളരെ ഒരു ഹൈ എൻഡ് ഏരിയ, നേപ്പിയൻ സീ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് വണ്ടി ഉണ്ടായിരുന്നത്. ഒരു 10-25 കൊല്ലം, ഒരു 10-20 കൊല്ലമായി ഓൾമോസ്റ്റ് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കിട്ടിയിട്ട്. അവൻ ഇത് ഡെയിലി ഓടിച്ചു. അതെ, പുള്ളി അവൻ എടുത്തു. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഒറിജിനൽ ആയിട്ട്, ഒട്ടുമുക്കാൽ സാധനങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ളത്. ഇപ്പൊ ബീഡിങ്സ് ആണെങ്കിലും ട്രിംസ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും എല്ലാ സാധനവും ഇതിനകത്ത് ഒറിജിനൽ ആണ്. ഇന്റീരിയേഴ്സും എല്ലാം, എവറിത്തിങ് ഇസ് ഒറിജിനൽ. ഇത് ലാസ്റ്റ് ഇറങ്ങിയ ഏറ്റവും മോഡേൺ ബീറ്റിലല്ലേ ശരിക്കും പറഞ്ഞ ഓൾഡ് ബീറ്റിൽ? ഈ ഡാഷ്ബോർഡ് ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. സോ ഈ സൂപ്പർ ബീറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഈ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയതും ഈ മീറ്ററിന്റെ അകത്ത് ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആയി. ഒരു somewhat ഒരു 70s മോഡേൺ കാർ പോലെ ഉണ്ട്. സോ ഇതിന് മുമ്പത്തെ ലേറ്റ് 60s ആയപ്പോൾ എന്റെ വണ്ടിയൊക്കെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. ബട്ട് ഇത്രയും ഇങ്ങനത്തെ അല്ല, കുറച്ചുകൂടെ ഫ്ലാറ്റർ ഡാഷ്ബോർഡ് ആണ്. ഇങ്ങനത്തെ ഈ ഒരു ബിനക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ബേസിക്കലി സ്റ്റാൻഡേർഡ് ബീറ്റിലിന്റെ തന്നെ ഒരു ഡാഷ് പാഡും കൂടെ കൊടുത്തു. ഡാഷ് പാഡ് കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്രാഷ് സേഫ്റ്റി, അതിന് വേണ്ടിയിട്ടാണ് പാഡഡ് ഡാഷ്ബോർഡ് വേണം. അഗൈൻ റെഗുലേഷൻസ് വന്നപ്പോഴാണ് പാഡഡ് ഡാഷ് ആക്കിയത്. ഈ സീറ്റൊക്കെ ഇങ്ങനെയല്ലേ? ഈ സീറ്റൊക്കെ ഇങ്ങനെയാണ്. എല്ലാം ഒറിജിനലാണ്. എല്ലാം ഒറിജിനലാണ് ഈ വണ്ടി. ആക്ച്വലി ഞാൻ ബാക്കിൽ ഇരുന്ന് കുറച്ച് നേരം ട്രാവൽ ചെയ്ത് നല്ല രസമുണ്ട്. ഭയങ്കര സുഖം ഓടിക്കാൻ, ഇരുന്ന് പോകാനും സുഖമാണ്, ഓടിക്കാനും ഭയങ്കര സുഖമാണ്. സോ ഇതിനുണ്ട് ഈ സാധനമൊക്കെ ഉണ്ടോ, EGR ഒക്കെ ഉണ്ട് ആ കാലത്തെ.
എന്താ EGR? എക്സോസ്റ്റ് ഗ്യാസ് റീസൈക്കിളേഷൻ. ശരിക്കും? അതെ, ടു കംപ്ലൈ വിത്ത് അമേരിക്കൻ എമിഷൻ നോംസ് ബാക്ക് ഇൻ ദ ഡേ. ഓക്കെ, അത് മീറ്ററിൽ ആ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തേക്കണത്? അത് EGR എന്തോ ഓൺ ആകുമ്പോൾ ഇഗ്നിഷനിൽ ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് കത്തും. അതെ, എന്തെങ്കിലും EGR ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ കത്തും. ഓ നൈസ്. അന്നത്തെ കാലത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വെന്റിലേഷൻ, ഹീറ്റിംഗും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ടു ഡ്രൈവ് അറൗണ്ട് സ്റ്റിൽ. ഈ വണ്ടി ആണെങ്കിലും ഇവൻ എൻ്റെ അറിവിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം ഗോവയിൽ വന്നിട്ടുണ്ട്. ആണല്ലേ? നമ്മുടെ പരിപാടിക്ക് ഫോക്സ് വീക്കെൻഡിനും എല്ലാത്തിനും ഗോവയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുകൊണ്ട് അവിടെ കുറെ ഓടിച്ചു നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയും പല പരിപാടികൾക്കും എല്ലാത്തിനും ഹീസ് ബീൻ ഡ്രൈവിംഗ് ദിസ് വെരി റെഗുലർലി. ഇവ മേടിക്കുമ്പോൾ ഈ വണ്ടിക്ക് 9,000 മൈലേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരി. പിന്നെ ഇപ്പൊ ഏതാണ്ട് 1 ലക്ഷം കണ്ട് ഇവൻ ഓടിച്ചിട്ടുണ്ട്. അല്ല, കാരണം അത് ഓടിക്കാൻ പറ്റണ ഒരു വണ്ടിയാണ്. അതെ. സോ നമ്മൾ ഇന്ന് ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയി ക്യാഷ് റേറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. അതൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അത് സ്റ്റാർട്ട് ആക്കിയതേ നമ്മൾ എടുത്തോണ്ട് വന്നു. ബോംബെ എൻജോയ് ചെയ്യാൻ ഈവനിങ്സ്, ഒരു കൺവേർട്ടബിൾ എന്നുള്ള ബാൻഡ്ര ബീച്ചിലാണ് ഞങ്ങളിപ്പോ. അതെ, ബാൻഡ്ര ബീച്ചിലാണ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ബിഗ് ബോയ്സ്. അതെ, ബിഗ് ബോയ്സ് കുറെ നേരത്തെ ഉണ്ടായിരുന്നു. കുറെ സൂപ്പർ കാഴ്സും നല്ല ഫാൻസി SUV-കളെല്ലാം ഉണ്ടായിരുന്നു. അതെ. സോ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത്ര പഴയ വണ്ടി, ബട്ട് ഇറ്റ് ഫീൽസ് റൈറ്റ് ഇൻ പ്ലേസ്. അതാണ് ബീറ്റിലിന്റെ ഒരു ബ്യൂട്ടി. ലൈക്ക് പഴയ വണ്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ഈ വണ്ടി ആർക്കും അപ്രീഷിയേറ്റ് ചെയ്യാം. ഈ വണ്ടി ആര് കണ്ടാലും, ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചു കണ്ടാലും അവർക്ക് ഒരു സന്തോഷമാണ് അല്ലേ, എല്ലാവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദോസ് ക്ലാസിക്സ്. നമ്മൾ ആരാണെങ്കിലും അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ആരാണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും, ആരാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ആൻഡ് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും ലൈക്ക് എല്ലാവരും പറയണത് ഇപ്പോൾ ബീറ്റലിന്റെ കാര്യത്തിൽ ഇത് കൊണ്ടുപോകുമ്പോൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആസിന് ഓടൂല, എയർ കൂൾഡ് ഓറിയേറ്റ് ആവും. എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഈ വണ്ടിയുടെ ഓണറിന്റെ എക്സ്പീരിയൻസും അതേപോലെ നാട്ടുകാരുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും റിലയബിൾസ് ആണ് എയർ കൂൾഡ് എഞ്ചിനാണ്. വേറെ ഒരു പ്രശ്നമില്ല. കാരണം വെറുതെ ആവശ്യമില്ലാത്ത കുറെ എലമെന്റ്സ് ഒഴിവായല്ലോ. റേഡിയേറ്റർ, ബാക്കി ഫ്ലൂയിഡ്സ്, അതിന്റെ പിന്നെ ലീക്ക് സാധനങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓൾ മെക്കാനിക്കൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ. ആൻഡ് മര്യാദയ്ക്ക് ഓടുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ കീപ് ഓൺ ഗോയിങ്. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇറ്റ്സ് കീപ്പിംഗ് ഓൺ ഗോയിങ്. സോ ഇതൊരു ഓൾമോസ്റ്റ് ഡെയിലി കാറാണ്. മൺസൂൺ ആയതുകൊണ്ട് മാത്രം കയറ്റിയിട്ടാണ്. ബട്ട് കൊള്ളാം. പക്ഷെ 3 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സന്തോഷമായില്ലേ? സോ ഈ വണ്ടിയിൽ ഇപ്പൊ കാണുകയാണെങ്കിൽ ബാക്കിൽ ബാഡ്ജ് കാണുന്നത് 1303 എന്നാണ്. 1303 LS. അപ്പൊ എല്ലാരും വിചാരിക്കും 1303cc ആണ്. അല്ല. സോ സാധാരണ ബീറ്റിലിന്റെ ഇപ്പൊ ഏർലി ബീറ്റിൽസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് VW1200, VW1300, VW1500 എന്നാണ്. ഇപ്പൊ എന്റെ ഉള്ളത് VW1500. ഓക്കെ. അത് കഴിഞ്ഞ് സൂപ്പർ ബീറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവര് അപ്പൊ അന്നേ ഉണ്ട് മറ്റേ 25 TSI ഒക്കെ. അതെ, പണ്ടാണെങ്കിൽ മറ്റേ 2.0 TDI ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനം ബാഡ്ജ് ആയിരുന്നു. അത് മാറ്റിയിട്ട് നമ്പർ ആക്കി. അതെ, 45 TSI 43 TSI എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം ആക്കി ഇവര്. അപ്പൊ അതുകൊണ്ട് അന്നേ അവര് ആ ഒരു വൈബിലാണ് ഓടുന്നത്. എന്തായാലും 1302 ആൻഡ് 1303 ആണ് രണ്ട് സൂപ്പർ ബീറ്റിൽസ് വരുന്നത്. ഒരെണ്ണം ഫ്ലാറ്റ് വിൻഡോ സൂപ്പർ ബീറ്റിലാണ്, ഇത് കർവ്ഡ് വിൻഡോ ആയതുകൊണ്ട് 1303. ട്രിം ലെവലും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. ഇതിനകത്ത് കുറെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതുണ്ടോ, ഫാസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്സിന് ഇവിടെ വാർണിംഗ് ലൈറ്റ് ഉണ്ട്, ബ്രേക്കിന്റെ വാർണിംഗ് ലൈറ്റ്സ് ഉണ്ട്, ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, എന്റെ വണ്ടിയിൽ ഇവിടെ നടുക്കിൽ ഇങ്ങനെ ഈ ആഷ്ട്രെയിന്റെ അവിടെയാണ് വരുന്നത്. സോ അതൊക്കെ മാറി ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ അങ്ങനെ ആയിട്ടുണ്ട്. ഈ വോൾസ്ബർഗ് ലോഗോ ആണ് എല്ലാത്തിനും ഒറിജിനൽ. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. സോ സെഡാൻസ് എല്ലാം ഫോക്സ്വാഗൻ ഉണ്ടാക്കിയിരുന്നെങ്കിലും കാബ്രിയോലേസ് ഉണ്ടാക്കിയിരുന്ന കാർമൻ ആണ്. സോ കാർമൻ ഗിയ അങ്ങനത്തെ ഉണ്ടാക്കിയ സെയിം കാർമൻ ആണ്. കോച്ച് ബിൽറ്റ് കാർ. സോ അവിടെ ഒരു ബാഡ്ജ് ഉണ്ട് ഫ്രണ്ട് റൈറ്റ് ഫെൻഡറിൽ കാർമന്റെ ബാഡ്ജ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ റിയലി സ്പെഷ്യൽ പാർട്ട് ഓഫ് ഹിസ്റ്ററി. നമ്മൾ ഇതിപ്പോ സത്യം പറഞ്ഞ ഇതൊരു പ്ലാൻ ചെയ്ത വീഡിയോ അല്ല, ക്യാഷ് ഇറങ്ങിയതാണ്. നമ്മൾ സ്ഥിരം ചെയ്യാറുണ്ട്, ആൾക്കാർ അത് യൂസ്ഡ് ആണ്. അതെ, ജേഡി ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഏതെങ്കിലും സ്പെഷ്യൽ കാർ ആയിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് കറങ്ങാൻ പോകും. അപ്പൊ ഒരു ഈവനിങ് ആയിരിക്കും മിക്കവാറും അത്. അതെ, വർക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാക്കാന്നുള്ള പ്ലാൻ. അങ്ങനെ ക്യാഷ്വലായിട്ട് ഇറങ്ങിയതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടത് ആ വിൻഡോമൊക്കെ കണ്ട ഫോക്സ് വാഗന്റെയും അതുപോലെ തന്നെ ഓട്ടോ യൂണിയന്റെ ഓഡിയുടെ ആദ്യത്തെ ലോഗോ ഒക്കെ ഇതിന്റെ. സോ അതും ഒരു വെട്ടും കൂടി ഉണ്ട് ഓട്ടോ യൂണിയന്റെ കാലത്ത് അല്ലേ. മെയ്ഡ് ഇൻ ജർമ്മനി ഒറിജിനൽ സാധനം ഇരിപ്പുണ്ട്. ഞാനിപ്പോ ലോഗോ കാണിക്കാൻ വേണ്ടി എടുത്താണ്. വിൻഷീൽഡും ഒക്കെ വേറെ ഉണ്ട് ലോഗോ. അതെ, ഇതിനകത്ത് ചെറിയ സാധനം കണ്ടോ, ഡേ നൈറ്റ് മിറർ ആണ് വരുന്നത്. ആ കാലത്ത്, അന്നത്തെ കാലത്ത്, ഇക്കാലത്ത് ഒരു 10 ലക്ഷം രൂപ താഴെ മിക്ക വണ്ടിക്കില്ല പറയുമ്പോ പീപ്പിൾസ് കാർ. സോ അങ്ങനത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ അന്ന് തൊട്ടേ ജർമ്മൻ വണ്ടികൾ എന്നും സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. നമ്മളപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല.
നമുക്കിനി പതുക്കെ ഇനി കുറച്ചധികം ദൂരം പോകാൻ കുറച്ചധികം ദൂരം പോകാണ്ട് ഞങ്ങൾ നിർത്തിയിട്ട് സംസാരിച്ചത് ലൈറ്റ് പോകുന്നതും മറ്റേ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അതെ, അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവർ ഗസ് ചെയ്യാം. അതെ, നമ്മൾ എന്തെങ്കിലും അത് ഇടാം, എന്തെങ്കിലും ഇടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ റാപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ജോയിനിങ് ഇൻ ഫോർ അവർ കാഷ്വൽ ഈവനിങ് ഡ്രൈവ്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് ഇനി വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കൺസിഡർ ക്ലിക്കിംഗ് സബ്സ്ക്രൈബ് ബട്ടൺ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.